ഇന്ന് ശരിക്കും ആ ഒരു പ്രോമോ ഒക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്തു ബിഗ് ബോസ് പറഞ്ഞത് അനുസരിക്കാത്തത് കൊണ്ട് അനീഷിനെതിരെ നടപടി എടുക്കുമെന്നാണ്, ലാലേട്ടൻ അനീഷിനെ നിർത്തി ഫയർ ചെയ്യുമെന്നാണ്. പക്ഷെ കംപ്ലീറ്റ്ലി വേറെ രീതിയിലായിരുന്നു എപ്പിസോഡ് മുഴുവനും. ഇന്നത്തെ എപ്പിസോഡിനകത്തും ഏറ്റവും അധികം നാണം കെട്ട് സ്വയം അപഹാസ്യനായി എയറിലേക്ക് കയറിയത് ആര്യൻ കട്ടോരി എന്ന മത്സരാർത്ഥിയാണ്. ശരിക്കും നോക്കിയാൽ എപ്പിസോഡ് തുടങ്ങി അവസാനിക്കുന്നവരെ ആര്യനെ ഒന്ന് റിലാക്സ് ചെയ്തിരുത്താൻ ലാലേട്ടൻ സമ്മതിക്കുന്നില്ല. ആര്യന് വേണ്ടി സ്പെഷ്യൽ ആയിട്ടൊരു വീഡിയോ ഒക്കെ ഉണ്ടാക്കിയിരുന്നു ബിഗ് ബോസ് ടീം. ആര്യന്റെ 10 നിലപാടുകൾ എന്ന പേരിലായിരിക്കണം ആ ഒരു എഡിറ്റർ മാമൻ പുള്ളിയുടെ കമ്പ്യൂട്ടറിൽ ആ ഒരു വീഡിയോ സേവ് ചെയ്തിട്ടിരിക്കുന്നത്. കാരണം നിലപാട് 1, നിലപാട് 2, നിലപാട് 3 എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി കാണിക്കുന്നുണ്ട്. കാണാൻ വളരെയധികം കോമഡി ആയിരുന്നു അത്. ഒരു റീസണിലും ഒരു മത്സരാർത്ഥിയും ഈ രീതിയിൽ ഏറെ കയറ്റുന്നത് നമ്മൾ കണ്ടിട്ടില്ല. നിലപാട് 1, നിലപാട് 3 എന്ന് പറഞ്ഞ് 10 വരെ നിലപാട് കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. നിലപാട് ഒരു 10 ഉള്ള വ്യക്തി എന്ന് പറയുമ്പോൾ തന്നെ നിലപാടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആദ്യം രൺബീർ കപൂർ എന്നുള്ളൊരു റീസൺ പറയുന്നു, അത് കഴിഞ്ഞിട്ട് അച്ഛന്റെ റീസൺ പറയുന്നു, പിന്നെ പറയുന്നു ഞാൻ മുടി മുറിക്കാന്ന് പറയുന്നു, അത് കഴിഞ്ഞിട്ട് എന്നെ നോമിനേറ്റ് ചെയ്യാതിരുന്നാൽ ഞാൻ മുട്ടയടിക്കാന്ന് പറയുന്നു. അങ്ങനെ എല്ലാം ഓരോന്നായിട്ട് എണ്ണി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെ കുറെ എണ്ണമായി. ഇന്നത്തോടെ ആര്യന്റെ ഗ്യാസ് തീർന്നു എന്നാണ് തോന്നുന്നത്. കാരണം പുള്ളി ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെയൊക്കെ ഓരോന്നും എടുത്ത് കാണിക്കുമെന്ന്. ആ ഒരു ട്രിമ്മർ എടുത്തപ്പോൾ പോലും പുള്ളി ഓർത്തു, എനിക്ക് മാത്രം എന്തോ സ്പെഷ്യാലിറ്റി ഉണ്ട്, എനിക്ക് മാത്രം ഒരു ട്രിമ്മർ കിട്ടി, ഞാൻ കഷ്ടപ്പെട്ട ആ ഒരു കത്തിയൊക്കെ വെച്ച് താടി മുറിക്കാൻ പോയത് കൊണ്ടായിരിക്കാം എനിക്ക് ട്രിമ്മർ തന്നത് എന്നൊക്കെ. പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ ആര്യം വീണ്ടും അപഹാസ്യനാവുകയാണ് ചെയ്തത്. അതിൻ്റെ അത് ബാറ്ററി ഇല്ല എന്ന് ലാലേട്ടൻ പറയുകയും അതോടൊപ്പം തന്നെ ലാലേട്ടൻ വേറൊരു കാര്യവും പറഞ്ഞു, മുടി മുറിക്കാൻ തയ്യാറാവാത്ത നിനക്ക് ട്രിമ്മർ ഞാൻ എന്തിനാണ് മോനെ തരുന്നത് എന്ന് ലാലേട്ടൻ ചോദിച്ചു. മറ്റേ ദശമൂലം താമൂന്റെ ഒക്കെ കാര്യം പറയുന്ന പോലെയാണ്. ഫുൾ വിലങ്ങും അരിയൻ ഇന്ന് കിട്ടിയെന്നാണ് തോന്നുന്നത്.